ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരനുഭവം കൂടിയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. എല്ലാവർക്കും ഫുഡ് ഫെസ്റ്റിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ മടിയുള്ളൊരു കാര്യമാണ്. നിങ്ങളെപ്പോലെ തന്നെ ആദ്യമൊക്കെ എനിക്ക് നല്ല മടിയായിരുന്നു. പിന്നെ മനസ്സിൽ ചെയ്തു നോക്കാം എന്നുള്ള ചിന്ത വന്നതുകൊണ്ട് മാത്രമാണ് ഒന്ന് ചെയ്തു നോക്കിയത്. ചെയ്തു നോക്കിയപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പാടില്ല. കഷ്ടപ്പെട്ടാൽ നമുക്ക് അതിൻ്റെ പ്രതിഫലം എന്തായാലും കിട്ടും. ചുറ്റുമുള്ളവർ നമ്മളെ എന്തു പറയും എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ 7 മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. കേക്കിനുള്ളത് ബീറ്റ് ചെയ്യാൻ തുടങ്ങി. 6 കിലോ കേക്കാണ് ആദ്യം ഉണ്ടാക്കുന്നത്. 4 ഫ്ലേവറിലുള്ള കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. വൈറ്റ്, ബ്ലാക്ക്, ചോക്ലേറ്റ്, പിസ്ത, അങ്ങനെ 4 ഫ്ലേവറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ മിനി ഡ്രീം കേക്കും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. മോളുടെ സ്കൂളിൽ ആനുവൽ ഡേ ആയിരുന്നു. അമ്മമാർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഫെസ്റ്റ് നടത്തിയിരുന്നു. അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. വിഷാംശമില്ലാത്ത നല്ലൊരു ഫുഡ് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുമെന്നുള്ള രീതിയാണ് ഇതിലൂടെ കൊണ്ടുവന്നത്. അങ്ങനെ ഓരോ കേക്കും ഐസിങ് ചെയ്യാൻ തുടങ്ങി. 2 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം സ്പഞ്ച് വെച്ച് പിന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് അതിനുശേഷം ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതിൻ്റെ ലെയറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫസ്റ്റ് കോട്ട് കൊടുത്ത് ഓരോ കേക്കും ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അതിനിടയിൽ മിനി ഡ്രീം കേക്കിൻ്റെ ഓരോ വർക്കും ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തത് പിസ്ത കേക്കാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. 1.5 കിലോ കേക്കാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. വൈറ്റ് ഗണാഷോയിൽ പിസ്തൻ്റെ എസൻസ് ചേർത്ത് കൊടുത്ത് ലെയറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ മിനി ഡ്രീം കേക്കിൻ്റെ ലാസ്റ്റ് ഫില്ലിങ് ചെയ്തെടുക്കുന്നുണ്ട്. ചോക്ലേറ്റാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓരോ മിനി ഡ്രീം കേക്കിൻ്റെ ബോക്സും തുടച്ചെടുത്ത് അടപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഓരോ സ്പൂണും വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ മിനി ഡ്രീം കേക്കിൻ്റെയും വർക്ക് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിലോട്ട് 2 മണിക്കൂർ വെച്ചതിന് ശേഷം താഴേക്ക് വെച്ച് കൊടുക്കാം. അതിനിടയിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്തെടുത്ത് ഐസിങ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിക്കോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ചോക്ലേറ്റ് കേക്കാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. ആദ്യം ചോക്ലേറ്റ് കേക്കാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. കേക്ക് ഫിനിഷിങ് ചെയ്തതിന് ശേഷം പീസാക്കി കട്ട് ചെയ്യാനുള്ള ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ പീസിലും 2 ചെറിയ ഫ്ലവർ കൊടുക്കുന്നുണ്ട്. അടുത്തത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഡെക്കറേഷൻ ചെയ്ത് എടുക്കുന്നത്. അതിലും 2 ചെറിയ ഫ്ലവർ കൊടുത്തതിന് ശേഷം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിസ്ത കേക്കും അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ എല്ലാ കേക്കും ഒരേപോലെയുള്ള ഡിസൈനിങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം രാവിലെയാണ് നമ്മൾ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ എല്ലാ കേക്കും ഫിനിഷിങ് ചെയ്യലും ഡെക്കറേഷൻ കൊടുക്കലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട്. പിന്നെ ഡോണറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനിടയിലെ ക്ലീനിങ് പരിപാടിയും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡോണറ്റിൻ്റെ മാവ് കുഴച്ചും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എളുപ്പത്തിൽ ഡോ തയ്യാറാക്കിയെടുക്കാം. 2 പാനിലായിട്ടാണ് ഡോണറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഡോണറ്റ് അതിലേക്ക് മുക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഡോണറ്റും ചോക്ലേറ്റിൽ
മുക്കിയെടുക്കുന്നുണ്ട്. ഡോണറ്റിൻ്റെ മുകളിലായിട്ട് ഭംഗിക്ക് വേണ്ടി സ്പ്രിങ്കിൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡോണറ്റിൻ്റെ വർക്കൊക്കെ ഇവിടെ ചെയ്തെടുത്ത് കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ വർക്ക് കഴിയുമ്പത്തിന് രാത്രി 10 മണി ആയിട്ടുണ്ട്. എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ നിൽക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം പുലർച്ചെ 2 മണിക്ക് എണീറ്റ് ആദ്യം തന്നെ കുബൂസിനുള്ള മാവാണ് കുഴച്ച് വെച്ചത്. കുഴച്ച് വെച്ച മാവ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് കല്ലിലിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കുബൂസുകളും ചുട്ടെടുത്ത് കഴിഞ്ഞു. ഓരോ കുബൂസും ചൂടാറാൻ വേണ്ടി ന്യൂസ് പേപ്പർ വിരിച്ച് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തത് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാൻ വേണ്ടി ബ്രെഡിൻ്റെ ഓരോ സൈഡും കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത പീസെല്ലാം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ബ്രെഡ് മുക്കാനായി 7 മുട്ടയാണ് മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. അതിനിടയിൽ കുറേ പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ട്. 2 പാൻ വെച്ചിട്ട് ബ്രെഡ് പൊരിച്ചെടുക്കുന്നുണ്ട്. അതിനിടയിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മസാല തേച്ച് വെച്ച ചിക്കൻ ഇവിടെ പൊരിച്ചെടുക്കുന്നുണ്ട്. പൊരിച്ചെടുത്ത ബ്രെഡ് 2ആയി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തത് ഷവർമ ഫില്ല് ചെയ്തെടുക്കാം. ആദ്യം മയോണീസാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാബേജാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഗ്രേറ്റ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് റോള് ചെയ്ത് ബോക്സിലേക്ക് ആക്കി കൊടുക്കാം. അടുത്തത് പോക്കറ്റ് ഷവർമ ഫില്ല് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് എല്ലാ സാധനവും നമ്മൾ പാക്ക് ചെയ്ത് ഓട്ടോയിലാണ് സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെ സ്കൂളിലെത്തി അവിടെ ടീച്ചർമാർ ബെഞ്ചൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കൊണ്ടുപോയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുപോയ ഐറ്റംസൊക്കെ സെറ്റാക്കി വെക്കുന്ന തിരക്കിലായിരുന്നു. കേക്കിൻ്റെ ബോക്സൊക്കെ തുറക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അമീൻ സാർ വന്നു. സാറ് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. സാറും കഴിച്ചു. കേക്ക് കഴിച്ചിട്ട് വളരെ നല്ല അഭിപ്രായമാണ് സാറ് പറഞ്ഞത്. അത് കേട്ട് എനിക്ക് വളരെ സന്തോഷമായി. നമ്മുടെ കേക്ക് മുറിച്ചിട്ടാണ് സാറ് ആദ്യം ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ ഫുഡിനെ പറ്റി നല്ല അഭിപ്രായം കേൾക്കുമ്പോൾ വളരെ സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു അന്ന്. ടീച്ചേഴ്സും സാറുമാരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഫുഡ് ഫെസ്റ്റിന് അത്ര ആളുകളില്ലാത്തത് കൊണ്ട് തന്നെ നിറയെ സാധനങ്ങളും കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ ടീച്ചേഴ്സ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ക്വാണ്ടിറ്റിയിൽ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയിരുന്നു. അതിനിടയിൽ ടീച്ചേഴ്സ് എന്നോട് ചോദിക്കുന്നുണ്ട്, കുട്ടിനെ വെച്ചിട്ടാണോ ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കിയെന്ന്. ഞാൻ പറഞ്ഞില്ല, ആദ്യമൊക്കെ എനിക്കും മടിയുണ്ടായിരുന്നു എന്ന്. എല്ലാവർക്കും ഇത് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ മടി തോന്നും. പക്ഷേ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ച് നല്ല അഭിപ്രായം കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നും. അപ്പോൾ മടിയൊന്നും ഉണ്ടാവില്ല. എൻ്റെ ചെറിയൊരു മോനെ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും നിങ്ങളെക്കൊണ്ടും ഇതെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ ഐറ്റംസും പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മിനി ഡ്രീം കേക്കാണ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നത്. അതിനിടയിൽ ഇസുവിന് വിശന്നപ്പോൾ
ഇസു ബാഗൊക്കെ തുറന്ന് ടിഫിനൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ തുടങ്ങി. മിനി ഡ്രീം കേക്കാണ് ആദ്യം കഴിഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും അതായിരുന്നു. എന്നെപ്പോലെ തന്നെ ഫുഡ് ഫെസ്റ്റിൽ പങ്കെടുത്ത കുറച്ച് പേരുണ്ടായിരുന്നു. കുറേ വെറൈറ്റി ഫുഡ് ഐറ്റംസൊക്കെ കണ്ടു. എന്നെപ്പോലെ ഒരാളും കൂടി കേക്കിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ മുന്തിരി ജ്യൂസും ബർഗർ, ഷവർമ, ചട്ടിപ്പത്തിരി, പുഡിങ്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ എല്ലാ ഐറ്റംസുകളും ഇവിടെ കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക.